പനി പിടിച്ച് കിടക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. നമുക്ക് ഒരു ദിവസം സ്കൂളിൽ വരാതിരുന്ന വിഷമല്ലേ? നമുക്ക് കാലിനോ കൈക്കോ ഒക്കെ വേദന ഉണ്ടായ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, എനിക്ക് സ്കൂളിൽ പോയാൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പറ്റുന്നില്ല, വിഷമല്ലേ? നമുക്ക് എന്താ ഇഷ്ടം? എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം അല്ലേ? അപ്പം നമുക്ക് രോഗങ്ങളില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന പനിയൊന്നും ഇല്ലാതെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് രക്തക്കുറവുണ്ടായിരിക്കും. അപ്പൊ രക്തക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രക്തക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ആഹാരം നമ്മൾ കഴിക്കണം. ഏതൊക്കെ ആഹാരത്തിലാണ് രക്തം? നാടകം, ചീര. വീണ ഡോക്ടറെ നമ്മുടെ കേട്ടു ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പോ ഡോക്ടേഴ്സ് എല്ലാവരും കേട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദിപ്രഗത്ഭരാണ്, വളരെ സൂപ്പറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോ നമുക്കറിയല്ലേ എന്തൊക്കെ കഴിക്കണം. നമുക്ക് ചിലപ്പോൾ ചീര കഴിക്കാൻ ഇഷ്ടമല്ലായിരിക്കും. വീട്ടിൽ നമ്മളോട് പറയില്ലേ ചീര ഉണ്ട് കേട്ടോ കഴിക്കണം. ഇഷ്ടമല്ലേ? ഉണ്ട്. ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് രക്തക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ചിലപ്പോൾ ആഹാരം മാത്രം കഴിച്ചാൽ പോലായിരിക്കും. ഡോക്ടർ പറയും അതിലും കുറച്ചുകൂടി കുറവ് ആഹാരം കഴിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയാം, അത് മാത്രമല്ല രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ജീവിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങൾക്ക് സ്വപ്നങ്ങളില്ലേ? എന്ത് സ്വപ്നങ്ങളുള്ള? ഞാൻ പറയട്ടെ വലുതാകണം. ഇപ്പോഴുള്ള സ്വപ്നമാണോ ദൂരെയുള്ള സ്വപ്നങ്ങളാണോ? ദൂരെയുള്ള സ്വപ്നങ്ങളാണെന്ന് പറഞ്ഞു. ദൂരെയുള്ളതെന്ന് വെച്ചാൽ വളർന്നു വരുമ്പോഴുള്ള സ്വപ്നങ്ങൾ. അപ്പൊ ആ സ്വപ്നങ്ങളിൽ എനിക്ക് വളർന്നു വരുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, എന്നെ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, അല്ലെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അല്ലെ എന്നെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് മന്ത്രി അപ്പൂപ്പനെ പോലെയാകണം. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ബഹുമാന്യനായ ശ്രീ ഉമേഷ് IAS, അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി IAS ഒക്കെ നേടി എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. അപ്പോ ചിലപ്പോ എനിക്ക് IAS നേടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? എത്ര പേരുണ്ട്? അത്രയും ആളുകളുണ്ട് കേട്ടോ. അപ്പോ IPS പോലീസ് മേധാവിയാകണമെന്ന് അതിലും എഴുത്തല്ലായിട്ടാണ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളൊന്നും നോക്കിക്കേ. നമുക്ക് ചിലർക്ക് IAS ഓഫീസർ, ചിലർക്ക് IPS ഓഫീസർ, ചിലർക്ക് പാട്ടുകാരാകണം. ഉണ്ടോ? കൈകൾ പൊങ്ങുന്നുണ്ട്, പാട്ടുകാരാകാൻ ആഗ്രഹമുണ്ട്. ചിലർക്കോ കായിക മേഖലയിൽ സ്വപ്നമായിരിക്കും. എനിക്ക് ഒളിമ്പിക്സ്. നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയില്ലേ? നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിലെ മുഴുവൻ നമ്മുടെ കൂട്ടുകാരും ഒന്ന് പങ്കെടുത്തില്ലേ സ്കൂൾ ഒളിമ്പിക്സ്? എന്തിനാ സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയേ? ഒളിമ്പിക്സിൽ നമുക്കൊരു മെഡൽ നേടണം. ഒന്ന് ആലോചിച്ചേ, ഒളിമ്പിക്സ് മത്സരം നടക്കുന്നു. അപ്പൊ അതിൽ നമ്മുടെ രാജ്യത്തിന്റെ പതാകയൊക്കെ പിടിച്ചുകൊണ്ട് എന്താണ് സ്വർണ്ണ മെഡൽ നേടി അവിടെ കയറി നിൽക്കുന്നത് ഇവിടുത്തെ കായിക താരങ്ങളായ കുഞ്ഞുങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കണം.